ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞ പോലെ തന്നെയാണ് ഒരു റിബായി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള ബീഫ് സ്റ്റേക്ക്, അതിന്റെ കൂടെ ഒരു റെഡ് സോസും കൂടി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ പരിപാടി. അതിന്റെ കൂടെ ഒരു റെഡ് കളറിലെ സോസ്. അപ്പൊ സ്റ്റീക്കിന് നമുക്ക് ഇന്ന് റിബൈയുടെ പാട്ടാണ് കിട്ടിയിരുന്നത്. അത് വലിയൊരു പീസായിട്ടാണ് കിട്ടിയത്. അതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട ഇത് മാത്രം. ഇതിനെ നല്ലപോലെ ഒന്ന് പാറ്ററൈസ് ചെയ്തെടുക്കണം ഒരു ടിഷ്യൂ വെച്ചിട്ട്. കാര്യം മോയ്സ്ചർ ഒട്ടും ഉണ്ടാവാൻ പാടില്ല. മോയ്സ്ചർ ഉണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ബീഫിന് കിട്ടത്തില്ല. ആദ്യം തന്നെ മാരിനേഷന് വേണ്ടി കുറച്ച് പെപ്പർ പൗഡർ അതിനകത്തോട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. സോൾട്ടൊക്കെ വളരെ മിനിമലായിട്ട് ഇട്ടാൽ മതി. ബീഫിനകത്ത് ഓൾറെഡി പെപ്പറും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താന്ന് പറഞ്ഞാൽ ഒരു പാൻ വെക്കുക. പാൻ ഒന്ന് നല്ലപോലെ ഹീറ്റ് ആയിട്ട് വരണം. ഒരു 125 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് പറയുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ഓരോ സൈഡും ഒരു 2 മിനിറ്റ് വെച്ച് ഇത് ചെയ്തിടുക. ഓയിലും ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് അത് ഹീറ്റായി വരുമ്പോൾ തന്നെ ഡയറക്റ്റ് നമുക്ക് എടുക്കാം. അപ്പം നമ്മളൊരു 4-5 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 1 സൈഡ് ആവാൻ 2 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് ഒന്ന് മറിച്ചിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർ വെച്ച് ഒരു മിക്സിംഗ് ഉണ്ട്. പിന്നെ റിബൈഡ് ഇതാകുമ്പോൾ കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും. ഇത് മീഡിയം ഇതായിട്ടുള്ളതാണ്. സോ മാക്സിമം നമുക്ക് ഓരോ പാർട്ട്, ബീഫിന്റെ ഓരോ പാർട്ടിനും ഡിഫറെന്റ് കുക്കിംഗ് ടൈമിലാണ്. ഇതിന് ഏറ്റവും കുറച്ച് കുക്കിംഗ് ടൈം മാത്രം മതി. അപ്പം 2 മിനിറ്റ് വെച്ച് നമ്മുടെ 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് തന്നെ ചെറുതായിട്ട് ബട്ടർ ഇട്ട് ബാക്കി പരിപാടി. അപ്പം നമ്മുടെ ബീഫ് ചെയ്തതിനകത്തോട്ട് തന്നെ കുറച്ച് ഷാലറ്റ്സ് ഇടുക. അതേപോലെ തന്നെ കുറച്ച് ചതച്ച വെളുത്തുള്ളിയും കൂടി ഇടുക. അത് അതിന്റെ ഫാറ്റിന്റെ ലെയർ കയറി പിടിച്ചേക്കുന്നതാണ്. അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരിക. റോസ്റ്റായി വരുമ്പോൾ നമ്മുടെ ബട്ടറും കൂടി ആഡ് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ബട്ടർ, ഗാർലിക്, ഷാലറ്റ്സ് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു സൈഡിലോട്ട് ഇതിനെ മാറ്റുക. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ബീഫ് സ്റ്റീക്ക് ഉണ്ടല്ലോ, അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കുക്ക് ചെയ്യുക. ഇതിനകത്ത് എടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ അൺസോൾട്ടഡ് ബട്ടറാണ്. ഈ ബട്ടർ വെച്ച് തന്നെ ഇത് മൊത്തത്തിൽ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ മെൽറ്റ് ആയിരിക്കുന്ന ബട്ടർ ഇതിൻ്റെ മേളിലോട്ട് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അതായത് ഇതും ഒരു 2 മിനിറ്റ് മാക്സിമം, അത്രയും മതി. നോർമൽ ഇതിനകത്തോട്ട് നമുക്ക് തൈം ഇടാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന റോസ്മേരിയാണ്. റോസ്മേരിയും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. നമ്മുടെ സ്റ്റീക്കിന്റെ പ്രിപ്പറേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്കൊരു റെഡ് സോസും കൂടി ഉണ്ടാക്കാം. റെഡ് സോസും കൂടി ഉണ്ടാക്കുമ്പോൾ ഒരു ഡിപ്പ് പോലെ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. എടുത്തേക്കുന്ന ബട്ടറും ഇതിനകത്തും എല്ലാം കൂടി കുറച്ച് റെഡ് വൈനാണ് ആഡ് ചെയ്യുന്നത്. സോ അതിലേക്ക് കുറച്ച് റെഡ് വൈനാണ് ആഡ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ആയിക്കോളും. പിന്നീട് ഇതിനകത്തെന്ന് പറഞ്ഞാൽ നല്ല ആരോമയും ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ റെഡ് വൈൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ബീഫ് സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ ബീഫ് സ്റ്റോക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബീഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കുറച്ച് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി മഞ്ഞപ്പൊടിയും പെപ്പറും എല്ലാം ആഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് വന്നേക്കുന്ന സ്റ്റോക്കായിരുന്നു. അതെടുത്ത് ഇച്ചിരി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോർ അത് ചെയ്താണ് നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് റെഡ് വൈൻ ഒഴിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റ് ആവുന്ന സമയത്ത് ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് മൊത്തം ഇവാപറേറ്റ് ആയി പോകും. പിന്നീടെന്ന് പറഞ്ഞാൽ വൈനിലുള്ള നല്ല ഫ്ലേവറാണ്, ആരോമയും അങ്ങനെയുള്ള ഐറ്റംസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വൈൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ വേപ്പറൈസ് ആയി, നോ ആൽക്കഹോൾ കണ്ടന്റ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. സോ നമ്മളിപ്പം ഷാലറ്റ് ഉണ്ട്, ഗാർലിക്, റോസ്മേരി, വൈന്, പിന്നെ അതുകൂടാതെ ബീഫിൻ്റെ സ്റ്റോക്ക്, ഇതെല്ലാം കൂടി ചേർന്നൊരു റിച്ച് ഫ്ലേവർ ഉള്ളൊരു ഗ്രേവി ആയിട്ട് ഇതിനെ മാറിയിട്ടുണ്ട്. ഇച്ചിരി കൂടി നമുക്ക് തിക്കാക്കി എടുക്കാവുന്നതാണ്. ബീഫിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി റെസ്റ്റ് വെച്ച്, കാര്യം ഒത്തിരി ചൂടോടുകൂടി കഴിക്കുന്നത് ഒരു ഇച്ചിരി ഒന്ന് ഇത് മാറണം.
നല്ല രുചിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലപോലെ കുക്കുമായിട്ടുണ്ട്. ഇനി എന്തായാലും കഴിച്ചു നോക്കാം. ഇപ്പം നോർമലായിട്ട് ബീഫ് സ്റ്റേക്കിൻ്റെ കൂടെ നമ്മൾ എടുത്തേക്കുന്ന കുറച്ച് സ്മാഷ്ഡ് പൊട്ടറ്റോ ആണ്. സോ സ്മാഷ്ഡ് പൊട്ടറ്റോയും ബീഫ് സ്റ്റേക്കും വെച്ചേക്കുന്നത്. അതിലേക്ക് നമ്മുടെ സോസ്, കുറച്ച് സോസ് എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് സ്മാഷ്ഡ് പൊട്ടറ്റോയുടെ മേളിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടേസ്റ്റിങ്. അപ്പം നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. സ്മാഷ്ഡ് പൊട്ടറ്റോ, ബീഫ്, അതിൻ്റെ കൂടെ റെഡ് സോസ്. സോ നല്ല ഫ്ലേവർഫുള്ളാണ്. അപ്പം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. സോ അപ്പം ബീഫ് അതിൻ്റെ കൂടെ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് സോസ് ആയിട്ട് എങ്ങനെയുണ്ട്? പറഞ്ഞ പോലെ നല്ല ഫ്ലേവർഫുള്ളാണ് സാധനം. വൈൻ്റെ നല്ല ആരോമയുണ്ട്. റെഡ് സോസ് വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം സ്മാഷ്ഡ് പൊട്ടറ്റോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ സോൾട്ട് ബാലൻസ് സെറ്റാവുന്നുണ്ട്. ബീഫ് പക്കാതെയാണ്. റിബൈ ആയത് കാരണം കുക്കിംഗ് ടൈം എക്സാക്ട് കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് സാധനം. ഇത് ദയുടെ റിവ്യൂ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവള് സ്റ്റീക്ക് കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നോക്കുന്നത്. അപ്പൊ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ കുക്കിംഗ് ടൈമിൽ അവർക്ക് ഭയങ്കര ഇത്. സാധാരണ ബീഫ് 4-5 വിസിലൊക്കെ നമ്മൾ ഇതിനകത്ത് അടിക്കുന്നതല്ലേ, എങ്ങനെ കഴിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ചോദ്യം. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയോ. സോ മാക്സിമം ഉള്ള 6 മിനിറ്റ് ആണ് കുക്ക് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ഫുഡ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഡിഫറെന്റ് ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. കുക്കിംഗ് എങ്ങനെയുണ്ട്? അത്രയും നേരം വെച്ചോണ്ട് വെന്ത് ആ ഒരു ലൈക്ക് നമ്മൾ കഴിക്കുന്നുള്ളത് കട്ട് ഒരു റഫ്, ഒരു ക്രിസ്പിനെസ്, ഒരു ഇതെല്ലാം കൂടി വരും. പക്ഷെ ജ്യൂസിയാണ് സംഭവം. ജ്യൂസിയാണ്. മീനുട്ടി ഗോയിങ് ടു ടേസ്റ്റ് ആൻഡ് ടെൽ ഹൗ ഇറ്റ് ടേസ്റ്റ്. ഓക്കേ, is it juicy or hard? Bit hard but juicy. Bit hard and juicy, right? Yeah, but it tastes how it tastes. I'm not done yet. Oh yeah, eat then. So she's enjoying the food. Yes, Baba. Super tasty. Oh. It's super tasty. You like it? Yes. Yeah. അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. പിന്നീട്